ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ കപ്പുയർത്തിയത് ജിൻഡോ ആയിരുന്നു. സീസൺ 1 മുതൽ തന്നെ ബിഗ് ബോസ് സ്വപ്നമായി കണ്ടുകൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ് ജിൻഡോ. നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ജിൻഡോയുടെ മുഖം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞത് ബിഗ് ബോസ് സീസൺ 6ലൂടെയായിരുന്നു. തുടക്കത്തിൽ പ്രേക്ഷകരും സഹമത്സരാർത്ഥികളും എഴുതിത്തള്ളിയ ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു ജിൻഡോ. എന്നാൽ ഒന്നാമത്തെ ആഴ്ചയ്ക്കു ശേഷം ജിൻഡോ ട്രാക്കിൽ കയറും ബുദ്ധിയും ഉപയോഗിച്ച് കളിച്ച് ആരാധകരെ നേടുകയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ കണ്ടന്റ് മേക്കിംഗ് മുന്നിൽ നിന്ന മത്സരാർത്ഥി കൂടിയായിരുന്നു ജിൻഡോ. എന്നാൽ ജിൻഡോയുടെ വിജയത്തിനു ശേഷം PR വർക്ക് കൊണ്ട് മാത്രമാണ് ജിൻഡോ വിന്നറായതെന്ന തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. സഹമത്സരാർത്ഥികളിൽ നിന്ന് പോലും അത്തരത്തിലൊരു സംസാരം വന്നിരുന്നു. ഇപ്പോഴിതാ താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ആദ്യമായി പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ജിൻഡോ. തൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചുവെന്നല്ലാതെ PR വർക്ക് ചെയ്തിട്ടില്ലെന്നാണ് ജിൻഡോ പറയുന്നത്. ജിൻഡോയുടെ വാക്കുകളിലൂടെ 1 വർഷം മുമ്പ് തന്നെ ഉറപ്പിച്ചിരുന്നു ബിഗ് ബോസിൽ കയറിയാൽ കപ്പും കൊണ്ടേ തിരിച്ചു വരൂ എന്നുള്ളത്. അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കയറിയത്. ഇപ്രാവശ്യം ഹൗസിലുണ്ടായിരുന്ന എല്ലാവരും ഗെയിമേഴ്സായിരുന്നു. ബ്രില്യൻ ഗെയിമേഴ്സാണ് എല്ലാവരും. മൈനസുള്ളവരെ ഏഷ്യാനെറ്റ് ഷോയിൽ കൊണ്ടുവരില്ല. വലിയൊരു ഡ്രീമായിരുന്നു ബിഗ് ബോസ് കപ്പ്. പൊതുവെ എല്ലാവരും കപ്പ് കിട്ടിയാൽ അത് എടുത്ത് ഉയർത്തും. ഞാൻ മുട്ടുകുത്തി വണങ്ങുകയാണ് ചെയ്തത്. പ്രാർത്ഥിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും നന്ദി പറഞ്ഞാണ് ഞാൻ. നമ്മൾ ഷോയിൽ കയറുമ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഒരാളെ ഏൽപ്പിക്കും. അത് ഞാൻ മാത്രമല്ല, എല്ലാ മത്സരാർത്ഥികളും ഏൽപ്പിക്കും. അകത്തു നിൽക്കുന്ന മത്സരാർത്ഥി നന്നായി വർക്ക് ചെയ്താൽ മാത്രമേ പുറത്തു നിൽക്കുന്നയാൾക്ക് ആ കണ്ടന്റ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കഴിയൂ. തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ മറ്റുള്ളവരെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാവരും ഹൗസിലേക്ക് പോകുന്നത്. ഇന്നത്തെ ആളുകൾ മണ്ടന്മാരല്ല. നമ്മൾ ചെയ്യുന്ന നല്ല കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ വഴി എടുത്ത് ഇടാൻ പുറത്തൊരാൾ വേണം. ഹൗസിനെ നെഗറ്റീവ് വൈബുകളുള്ളതാക്കി തോന്നിയിട്ടില്ല. എനിക്ക് എല്ലാം പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നപ്പോൾ സ്വന്തം വീട് ജപ്തി ചെയ്ത് പടിയിറങ്ങുമ്പോഴുള്ള വിഷമമായിരുന്നു എനിക്ക്. അവസാനം ഹൗസിൽ നിന്ന് വരേണ്ടെന്ന് വരെ തോന്നി. അത്ര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ. ജയിക്കാതിരിക്കാൻ സഹമത്സരാർത്ഥികൾക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവരുടെ ഗെയിമാണ്. അതുപോലെ അവർ കപ്പ് അടിക്കാതിരിക്കാൻ ഞാനും എൻ്റെ കളികൾ കളിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ട് പണിയെടുത്താണ് ഈ വിജയം നേടിയെടുത്തത്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് 100% ഉറപ്പായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ നോമിനേഷൻ പേടിയുണ്ടായിരുന്നില്ല. ഹൗസിൽ നമ്മൾ കളിക്കുന്ന ചില ഗെയിം നല്ലതായിരിക്കില്ല, ചീത്തയായിരിക്കും. ചിലപ്പോൾ നുണയാകും പറഞ്ഞിട്ടുണ്ടാവുക. ഞാൻ ഇഷ്ടംപോലെ നുണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നുണ പറയാത്തവർ ആരും അവിടെയില്ല. ഈ ലോകത്ത് തന്നെ നുണ പറയാത്തവർ ഉണ്ടാവില്ല. ഞാൻ നുണ പറയില്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അതാകും ഏറ്റവും വലിയ നുണ. ഹൗസിൽ പറയുന്ന കള്ളങ്ങൾ തിരുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ സോറി പറഞ്ഞാൽ മതി. സോറി പറയാൻ തയ്യാറായില്ലെങ്കിലാണ് കുഴപ്പം.